ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരു മകൾ ചോദിച്ചു, ഭട്ടത്തിരിപ്പാടിൻ്റെ ആണോ ഈ അർത്ഥസഹിതമുള്ളതാണ്? ഇതാണ് നാരായണീയം. ഇത് മേൽപ്പത്തൂർ ഭട്ടതിരിയുടെയാണ്. അത് ഇവിടെ അമ്പലപ്പുഴ ശാരദാമ്മ സംശോധനം. അതാണ് ഇതെല്ലാം. ഈ വിനായക ബുക്സ് എന്നൊക്കെ ഇത് വായിച്ചു നോക്കുക. ഇത് അർത്ഥം സഹിതമുള്ളതാണ് ഈ പുസ്തകം. ഇതാണ് കാര്യം. നാരായണീയം ദശകം 49 വൃന്ദാവനഗമനം. നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം. ഭവൽ പ്രഭാവാ വിദുരാഹി ഗോപാ തരുപ്രപാദാധികം അത്ര ഗോഷ്ഠേ അഹേതും ഉൽപാദഗണം വിശങ്ക്യ പ്രയാതും അന്യത്ര മനോവിധേനു. ഭവൽ പ്രഭാവാ വിദുരാഹി ഗോപാ തരുപ്രപാദാധികം അത്ര ഗോഷ്ഠേ അഹേതും ഉൽപാദഗണം വിശങ്ക്യ പ്രയാതും അന്യത്ര മനോവിധേനു. ഇതിൽ പറയുന്നത്, ഈ ശ്ലോകത്തിൽ ഗോകുലത്തിലുണ്ടായ ദുരന്തങ്ങൾ, കാരണം കുഞ്ഞിന് ഒരുപാട് ദുഷ്ടന്മാർ വന്ന് കുഞ്ഞിനെ വധിക്കാനൊക്കെ ഒരുങ്ങിയ ദുരന്തങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്ന് ശങ്കിച്ച് അവിടം വിട്ട് മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് താമസം മാറ്റിയാൽ എന്തെന്ന് അവിടെ ഗോപന്മാരെല്ലാം, ഈ ഗോകുലത്തിൽ ഗോപന്മാരല്ലേ ഉള്ളു. അവിടെ കൃഷി പശുക്കളാണല്ലോ, ഗോക്കളാണല്ലോ. അവിടെയുള്ള ഗോപന്മാരൊക്കെ വിചാരിച്ചു അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ എന്താണ്. ഇവിടെ ഈ കൃഷ്ണൻ എത്രമാത്രം ദുരിതങ്ങളാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് നമുക്കിവിടുന്ന് മാറി താമസിച്ചാലോ എന്നവർ വിചാരിച്ചു. ഗോകുലത്തിൽ ഉണ്ണിയായ കൃഷ്ണന് പലതരം ദുരന്തങ്ങൾ ഉണ്ടായി. പൂതന വന്ന് വിഷമല കുടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ശങ്കടാസുരൻ, തൃണാവർത്തൻ തുടങ്ങിയ അസുരന്മാർ കൊല്ലാൻ ശ്രമിച്ചു. മരങ്ങൾ നിലംപതിച്ച് എല്ലാം ദുരന്തങ്ങളാണ്. അതായത് നളകൂപര മണിഗ്രവന്മാരാണല്ലോ വൃക്ഷങ്ങളായിട്ട്. പക്ഷേ ഇത് ഭഗവാന്റെ മാഹാത്മ്യമുള്ള നാരായണൻ കൃഷ്ണൻ ഈശ്വരനാണെന്നൊന്നും അവിടെയുള്ളവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഭഗവാൻ കാരുണ്യം കൊണ്ടാണ് അതിൽ നിന്ന് മോചനം ലഭിച്ചതെന്ന് അവർക്കറിയൂ. ഭഗവാൻ നാരായണൻ്റെ കൃപ കൊണ്ട് വിഷമങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് അവർക്കറിയൂ. എന്നാൽ സാക്ഷാൽ ഭഗവാനാണ് ഈ കണ്ണൻ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവിടുന്ന് മാറി താമസിച്ചാലോ എന്നവരെല്ലാം കൂടെ തീരുമാനിച്ചു. അതുകൊണ്ട് ഗോപന്മാർ, അവർക്ക് ഭഗവാന്റെ മഹത്വം അറിയാമായിരുന്നില്ല താനും. അതിനാൽ ഗോകുലം വെടിഞ്ഞ് മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായി താമസിക്കാമെന്ന് അവരെല്ലാം കൂടെ അഭിപ്രായപ്പെട്ടു. ശ്ലോകം 2 വായിക്കാം. ശ്ലോകം 2. തത്രോപനന്ദാഭിത ഗോപവര്യ ജഗൽ ഭവൽ പ്രേരണ ഐവ നൂനം ഇത പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. അതായത് ഇവിടെ തത്രോ ഉപനന്ദാഭിത, ഉപനന്ദൻ, നന്ദഗോപരുടെ 2ാം സ്ഥാനമുള്ളതാണ് ഉപനന്ദൻ. അതായത് യഥാർത്ഥ നന്ദൻ നന്ദഗോപരാണ് ഗോകുലത്തിലെ ശ്രേഷ്ഠൻ. അതിൻ്റെ 2ാമതുള്ളതാണ് ഉപനന്ദൻ. തത്രോ ഉപനന്ദാഭിത ഗോപവര്യ ജഗൽ ഭവൽ പ്രേരണ ഐവ നൂനം ഇത പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജ അതീതി. ഈ ശ്ലോകത്തിൽ ഗോകുലത്തിൽ ഗോപന്മാരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠനാണ് ഉപനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗോപൻ. ആ ഗോപനാണ് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവിടെ ശ്രേഷ്ഠനാണ് അയാൾ. അപ്പോൾ ഗോകുലത്തിലെ ഗോപന്മാരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠനാണ് ഉപനന്ദൻ. നന്ദഗോപരല്ല, ഉപനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോപൻ. ഭഗവത് പ്രേരണയാലായിരിക്കാം ആ ഗോപൻ പറഞ്ഞു, ഇവിടുന്ന് അല്പം പടിഞ്ഞാറ് മാറി വൃന്ദാവനമെന്ന് പേരുള്ള ഒരു സുന്ദരമായ കാനന പ്രദേശമുണ്ട്. നമുക്ക് അങ്ങോട്ട് താമസം മാറ്റാം. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. ആ പ്രദേശം നമുക്ക് ജനവാസ യോഗ്യമാക്കാം. അവിടം ജനപദമാക്കി അസുരന്മാരുടെ ഉപദ്രവം കൂടാതെ താമസിക്കാം എന്ന് പറഞ്ഞു. അവിടെ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും ഇവരുടെയൊക്കെ ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമുക്ക് അങ്ങോട്ട് തന്നെ മാറാം. അവിടെ ജനവാസ യോഗ്യമാക്കാം. നമ്മളെല്ലാവരോടും ചെന്നവിടെ നന്നാക്കി ആ ഭൂമിയൊക്കെ നന്നായി എടുക്കുക, ജനങ്ങൾ വസിക്കാനുള്ള രീതി ആക്കിയെടുക്കാം. ഏത് കാര്യസാധ്യത്തിനും ഈശ്വര പ്രേരണ അനിവാര്യമാണെന്ന് ഭഗവാൻ തോന്നിച്ചതായിരിക്കാം ഈ ബുദ്ധിയെന്ന് എല്ലാവരും കരുതി.
ആ ഈശ്വരനായിരിക്കും ഇങ്ങനെ ഇവരോട് പറയാൻ തോന്നിപ്പിച്ചത്. കാരണം എന്നും ദുരന്തമാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ഈശ്വരൻ്റെ ആനുകൂല്യം കൊണ്ടായിരിക്കും ഈ ഉപനന്ദനൊക്കെ ഇങ്ങനെ പറഞ്ഞത് എന്ന് എല്ലാവരും അങ്ങ് വിചാരിച്ചു. ശ്ലോകം 3. ബൃഹദ്വനം തത് ഖലു നന്ദമുഖ്യ വിധായ ഗൗഷ്ടീനം അധക്ഷണേന ത്വത് അന്യത ത്വത് ജനനീ നിവിഷ്ട ഗരിഷ്ടയാനാനുഗതാഭിചേലു. ബൃഹദ്വനം തൽ ഖലു നന്ദമുഖ്യ വിധായ ഗൗഷ്ടീനം അധക്ഷണേന ത്വത് അന്യത ത്വത് ജനനീ നിവിഷ്ട ഗരിഷ്ടയാനാനുഗതാഭിചേലു. അനന്തരം അങ്ങനെ അവർ ധരിച്ച് അങ്ങോട്ട് മാറാം. അനന്തരം അവർ ഒട്ടും താമസിയാതെ തന്നെ നന്ദഗോപർ ആ കാട്ടുപ്രദേശത്തെ ജനവാസയോഗ്യമാക്കി. എല്ലാവരെയും അങ്ങോട്ട് ആനയിക്കാനായി വണ്ടികളിൽ പുറപ്പെട്ടു. അവിടേക്ക് എല്ലാവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് യാത്രയായി. ഏറ്റവും നല്ല വണ്ടിയിൽ കൃഷ്ണൻ, രാമൻ, രോഹിണി എന്നിവരോടൊപ്പം യശോദ കയറിയിരുന്നു. മറ്റു വണ്ടിയിൽ ഗോകുലവാസികളും വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് അവിടെ താമസം മാറ്റി ആ വൃന്ദാവനത്തിലേക്ക് യാത്രയായി. നല്ല വണ്ടിയിൽ കൃഷ്ണനും രാമനും രോഹിണി എന്നിവരോടൊപ്പം മാതാവായ യശോദയും കയറിയിരുന്നു. മറ്റു വണ്ടിയിലൊക്കെ ഗോകുലവാസികളും വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. നമുക്ക് 4-ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 4. അനോ മനോജ്ഞധ്വനിധേനുപാളി ഖുരപ്രണാദാന്തരതോ വധൂഭി ഭവത് വിനോദാലപിതാക്ഷരാണി പ്രപീയനാജ്ഞായത മാർഗദൈർഘ്യം. അനോ മനോജ്ഞധ്വനിധേനുപാളി ഖുരപ്രണാദാന്തരതോ വധൂഭി ഭവത് വിനോദാലപിത അക്ഷരാണി പ്രപീയനാജ്ഞായത മാർഗദൈർഘ്യം. ഇവിടെ അങ്ങനെയുള്ള യാത്രയിൽ വൃന്ദാവനത്തിലേക്ക് എല്ലാവരും വണ്ടിയിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ യാത്രയിൽ വണ്ടി ഉരുളുന്ന ശബ്ദവും, അത് ഈ സാധാരണ കാറും ബസ്സും ഒന്നുമല്ല, അന്നത്തെ കാളവണ്ടി പോലുള്ള വണ്ടികളാണ്. യാത്രയിൽ വണ്ടി ഉരുളുന്ന ശബ്ദവും പശുക്കളുടെ കുളമ്പടി നാദങ്ങളുടെയും, കാരണം ഇവർ പോകുമ്പോൾ ഗോകുലത്തിൽ നിന്ന് പോകുമ്പോൾ പശുക്കൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതെല്ലാവരുടെ പോകുമ്പോൾ എന്ത് സൗണ്ടായിരിക്കും കുളമ്പടി ശബ്ദം. അങ്ങനെ വണ്ടി ഉരുളുന്ന ശബ്ദവും പശുക്കളുടെ കുളമ്പടി നാദങ്ങളുടെയും ഇടയ്ക്ക് അങ്ങയുടെ കൊഞ്ചും മൊഴികൾ കേട്ടു രസിച്ച് ഉല്ലസിച്ച്. അതായത് ഭഗവാൻ കണ്ണൻ യശോദാമ്മയും രോഹിണിയൊക്കെ ആണല്ലോ ഒരു വണ്ടിയിൽ, രാമനും ഒക്കെ. അപ്പോൾ കണ്ണൻ ഇങ്ങനെ കൊഞ്ചിയുള്ള സംസാരങ്ങൾ. അന്നേരം എന്താ പറഞ്ഞ, ഈ വണ്ടിയുടെ ഉരുളുന്ന ശബ്ദവും പശുക്കളുടെ കുളമ്പടി നാദങ്ങളുടെയും ഇടയ്ക്ക് ഭഗവാൻ കണ്ണൻ്റെ, അത് അങ്ങയുടെ, അതായത് നാരായണൻ്റെ, ഇത് ഭട്ടതിരിപ്പാട് പറയുന്നതാ, ഭഗവാനെ അങ്ങയുടെ കൊഞ്ചും മൊഴികൾ കേട്ട് രസിച്ച് ഉല്ലസിച്ച് ഗോപസ്ത്രീകൾ മാർഗക്ലേശം അറിഞ്ഞില്ല. കാരണം മാർഗം എന്താ, വഴി. ഇവരിങ്ങനെ ചകടകടാന്ന് വണ്ടിയിൽ പോകുകയല്ലേ, ഇന്നത്തെ കൂട്ടുള്ള കാറൊന്നും അല്ലല്ലോ. അപ്പോൾ അതിലിങ്ങനെ ഇളവി ഇങ്ങനെ കുതിച്ചൊക്കെ പോകുന്ന വണ്ടികളായിരിക്കും, നടുവൊക്കെ ഒടിയും. അതുപോലെയുള്ള വണ്ടികൾ, അതിൻ്റെ ക്ലേശം, അങ്ങനെ പോകുമ്പം പൊടിയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഭഗവാനെ അങ്ങനെ അന്ന് ഉള്ളൂ. അതുകൊണ്ട് ഈ കണ്ണൻ്റെ കൊഞ്ചൽ മൊഴികളെല്ലാം കേട്ടപ്പോൾ ഇവരുടെ ഈ യാത്രയുള്ള ക്ലേശം ഒന്നും അറിഞ്ഞില്ല. അതാർക്കും യാത്ര വിരസമായി തോന്നിയില്ലെന്നർത്ഥം. ആർക്കും ഭഗവാൻ കണ്ണൻ അവിടെ ഉള്ളതുകൊണ്ട് ഭഗവാന്റെ കൊഞ്ചിക്കൊള്ളുന്ന സംസാരമൊക്കെ കേട്ടപ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനെ ദുരിതമായിട്ട് പശുക്കളെയും കൊണ്ടൊക്കെ പോകുമല്ലേ, അപ്പോൾ ഇതിൻ്റെ വിഷമങ്ങളോ യാത്രാക്ലേശമോ ഒന്നും അറിഞ്ഞില്ല. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക്, ഗോപശ്രീകൾക്ക് നല്ല ഭക്തിയുള്ളവരല്ലേ, അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഭാഗവതം വായിക്കുകയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകണം നമ്മളറിയൂ. വേദന, നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ അതറിയൂ. ഒരു യഥാർത്ഥ ഭക്തനാണോ നമ്മുടെ ഉള്ളിലോ ശരീരത്തിൻ്റെ പുറത്തോ ഒക്കെ എന്തെങ്കിലും വേദനയോ വിഷമങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയത്തേയില്ല, ഒരു വിഷമവും തോന്നത്തില്ല. എന്താ, അത്ര മാഹാത്മ്യമാണ് ഭഗവാനുള്ള ഭക്തിയുള്ള ഒരു ഭക്തന്. അതുകൊണ്ട് അവരും ഈ ക്ലേശങ്ങളൊന്നും അറിഞ്ഞില്ല. എന്താ, കണ്ണൻ്റെ കൊഞ്ചു കൊടുന്ന ആ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ അവർക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി, ഒരു പ്രയാസവും ഉണ്ടായില്ല. നമുക്കും ഭഗവാനെ എപ്പോഴും രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അമൃതിന് അത്ര ശക്തിയുണ്ട്. ഭഗവാൻ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് അമൃതാണ്, ആ അമൃത് നമ്മളിലേക്ക് ഒഴുകും. അപ്പോൾ നമുക്കും വേദനകളോ വിഷമങ്ങളോ ദുഃഖ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും ഈശ്വരൻ്റെ ചിന്ത ഉണ്ടെങ്കിൽ
അതാണ് ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ വിഷമം നമുക്കും അറിയാതിരിക്കട്ടെ, എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കട്ടെ, ഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.